ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം 6 മണി. ഇതാ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഞാൻ ഒരു ചായ ഇട്ട് കുടിക്കും കേട്ടോ, അല്ലെങ്കിൽ എന്തോ പോലെ. അങ്ങനെ നേരെ ചായ ഇടാനായിട്ട് പോയി. രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഫുൾ എനിക്ക് തലവേദന ആയിരിക്കും കേട്ടോ. അങ്ങനെ ചായ ഇട്ട് ഇതാ മാറ്റി വെച്ചിരിക്കുക. ഇനി ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആ പരിപാടിയിലേക്ക് പോവും. പിന്നെ നേരെ നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം അവിടെ ഉണ്ടോ എന്ന് നോക്കും. കുറേ മീനുണ്ടായിരുന്നതാ, ഇപ്പം 4 ഉള്ളൂ. അവരെല്ലാവരെയും നോക്കും, പിന്നെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ഇൻഡോറായിട്ട് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും. അത് സ്ഥിരമായിട്ട് ചെയ്യാറില്ല കേട്ടോ, 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിക്കും. വീടിൻ്റെ അവിടെ ഇവിടെയായിട്ടെല്ലാം ഞാൻ ഇങ്ങനെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാ ഇതൊരെണ്ണം കത്തിച്ച് വെക്കും. വീടിനകത്തെല്ലാം നല്ലൊരു മണവും കാര്യങ്ങളും, ഒരു ഫ്രഷ് ഫീൽ കിട്ടും നമുക്ക്. രാവിലെയും വൈകുന്നേരം ഞാൻ ഓരോന്ന് കത്തിക്കാറുണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം മാക്സിമം ഞാൻ നേരത്തെ ഉറക്കം അതിപ്പോൾ ശീലമായി. ഒരു സമയം കഴിഞ്ഞാൽ ഉറങ്ങാനേ പറ്റാത്ത അവസ്ഥയായിട്ടോ. നേരത്തെ ഞാൻ എഴുന്നേൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കാനായിട്ടും പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയുമായിട്ട് നേരെ ഞാൻ പുറത്ത് പോയിരിക്കും. പുറത്ത് പോയാൽ ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുക ഈ ഒരു പ്ലാന്റ് ആട്ടോ. നിറയെ പൂവായിട്ടായിരിക്കും എല്ലാ ദിവസവും നിൽക്കുക. പക്ഷേ ഇന്നൊരു 4-5 പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം വിരിഞ്ഞ് വാടിയ പൂവൊക്കെ ഇതിനകത്ത് നിൽപ്പുണ്ട് കേട്ടോ. കുറേ അധികം പൂ കഴിഞ്ഞ ദിവസം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലാന്റിന് എന്താണോ പറ്റിയത്, ദാ ഇവിടെ ബോഗൻവില്ല ഫുള്ളായിട്ട് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ് വിഷ്ണു എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു. ഞാനിതെടുക്കാനുള്ള മെയിൻ റീസൺ തന്നെ ഇതിലെ ഫ്ലവേഴ്സ് ആട്ടോ. നിറയെ കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്, മിക്സഡ് കളേഴ്സ് ആട്ടോ വരിക. നല്ല ഭംഗിയാണ് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫ്ലവർ എല്ലാം പൊഴിഞ്ഞു പോയിട്ട് ഇത് പുതിയതായിട്ടുണ്ടായ ഫ്ലവേഴ്സ് ആട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് കുറേ നേരം ഞാൻ ഇവിടെ